ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ടെറസ് കിച്ചണിൽ വീണ്ടും പുറത്ത് നല്ല മഴ, പക്ഷേ നമ്മളിവിടെ പാചകം ചെയ്യാൻ പോകുന്നു. നല്ല തണുത്ത അന്തരീക്ഷത്തിൽ നിന്ന് പാചകം ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ വിചാരിക്കണമെന്ന് അറിയുമ്പോൾ, നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ തമിഴ്നാട് ഭാഗത്തൂടെയൊക്കെ ഇപ്പോൾ മാത്രമല്ല പണ്ട് ഫ്ലേവേഴ്സിൻ്റെ സമയത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ സമയത്തും എല്ലാം നമ്മൾ പല നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ്, പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള കടകൾ ഒക്കെ പോയിട്ട്, മോഡേൺ മാത്രമല്ല വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട്. അപ്പം പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ ഭക്ഷണ വിശേഷങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട പാചകം ചെയ്യുന്ന ഭയങ്കര തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര യൂണിഫോം ഇട്ട് ഷെഫൊന്നും ആയിരിക്കില്ല, വളരെ നാടൻ ഷെഫുമാരായിരിക്കുമല്ലോ, അവരോടൊക്കെ സംസാരിക്കും, ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കും, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ എടുക്കും. അതെൻ്റെ ഒരു പാഷനാണ്, കൂടുതൽ പഠിക്കുക എന്നുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സൗത്ത് ഇന്ത്യൻ ഫുഡ്, പ്രത്യേകിച്ച് ചമ്മന്തി, ഇഡ്ഡലി, ദോശ, അങ്ങനത്തെ കുറേ വിഭവങ്ങൾ, അതൊക്കെ തമിഴ്നാടിനെ വല്ലവരും ഇല്ലാതാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനത്തെ ചില സ്ഥലങ്ങളിൽ അടിപൊളി ചട്നീസ്, ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കുന്നത്, ഇഡ്ഡലി ദോശ, അതൊക്കെ ഒരുപാട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലൊരു 2-3 ടൈപ്പ് ഓഫ് ചട്നീസ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ചമ്മന്തി എന്ന് പറയുന്നത് എള്ള് ചട്നിയാണ്. കറുത്ത എള്ള് വെച്ചിട്ടുള്ള ചട്നി. പിന്നെ ഒരു കൊത്തമല്ലി ചട്നി, രണ്ടാമത്തെ ഐറ്റം. പിന്നെ മൂന്നാമത് ഒരു എന്താ പറയുക, ഉള്ളി ചട്നി, വെങ്കായ ചട്നി അല്ലേ, അങ്ങനെ പറയാം. അപ്പോൾ ഇങ്ങനെ 3 ചമ്മന്തിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ചട്നീസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഇത് കുറച്ചുകൂടെ ഡിഫറെൻ്റാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് കറുത്ത ഉഴുന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ എടുത്തു വെച്ചു. കറുത്ത എള്ള്, പിന്നെ എന്താ പറയുക, ഉഴുന്ന്, ഈ 2 കാര്യങ്ങളും മസ്റ്റായിട്ടുണ്ട്. പിന്നെ പുളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കുറച്ച്, വറ്റൽ മുളക് എല്ലാം വെച്ചിട്ട് ഒന്ന് വറുക്കണം ഓരോന്നായിട്ട്. അപ്പോൾ ഇനി വറുത്ത് തുടങ്ങാം ഓരോ കാര്യം. ആദ്യം നമ്മൾ ഒരു ചെറിയ കഷ്ണം കായം ഒന്ന് വറുത്തെടുക്കും. കായപ്പൊടിയല്ല, കായമാണ് എടുക്കുന്നത്. അതാദ്യം ഒന്ന് വറുക്കാം. ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് കായത്തിൻ്റെ കഷ്ണം ആയതുകൊണ്ടാണ് വറുത്തിട്ട് വേണം. സാധാരണ വറുത്ത് പൊടിക്കും. ഇതിപ്പോൾ നമ്മൾ അരയ്ക്കുന്നത് കൊണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതൊന്ന് പൊരിഞ്ഞിങ്ങനെ വരും, അത് ഇങ്ങനെ ക്രിസ്പി ആകും. കായം പാകത്തിന് മൂത്തു, മാറ്റുന്നു. ഇതിപ്പോൾ ക്രിസ്പിയാണ്, പൊടിച്ചെടുക്കാനൊക്കെ പാകം. ഇതിലേക്ക് ഉഴുന്ന്, ഇത് മുഴുവൻ ഉഴുന്നാണ്, വിത്ത് സ്കിൻ, കറുത്ത ഉഴുന്ന്. ഇതൊന്ന് വറുത്ത് മാറ്റാം. കറുത്ത ഉഴുന്ന് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ. നല്ല മണം വരുന്നുണ്ട്. ഉഴുന്ന് പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്, കുഴപ്പമില്ല. ഞാനിപ്പോൾ കായം വറുത്ത എണ്ണയുടെ ബാക്കി കുറച്ചുള്ളത് കൊണ്ട് അതിൽ കയറിയെന്നേ ഉള്ളൂ. ഡ്രൈ റോസ്റ്റിങ് മതി നോർമൽ കേസിൽ. ഇനി ഇതിലേക്ക് കറുത്ത എള്ള് നല്ല ചൂടായി കിടക്കുകയാണ്. ഇത് കറുത്ത എള്ള് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എള്ളും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. പ്ലേറ്റിലേക്ക് മാറ്റും. അല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറ്റൽ മുളക് വറുക്കാം. വറ്റൽ മുളക് എരിവിനനുസരിച്ചിട്ടാണ്. ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. 8 മുതൽ 10 ആകാം. ഓരോന്ന് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. എൻ്റെ പാത്രം നല്ല ചൂടാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊച്ചു പീസായിട്ട് മുറിച്ചു, ചെറിയൊരു പീസ്, അതിനെ ചെറുതാക്കി. 2 അല്ലി വെളുത്തുള്ളി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പച്ചച്ചുവയെല്ലാം മാറിയിട്ടുണ്ടാകും, അതും കൂടി മാറ്റും. ഇത്രയും കാര്യങ്ങളായി. ഇനി നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി, കായ ഉൾപ്പെടെ എല്ലാം ഒന്ന് പൊടിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അവസാനം പുളിയും വെള്ളം, ഉപ്പ് അതും കൂടി ചേർത്തിട്ട് ലാസ്റ്റ് അരയ്ക്കാം. ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് പൊടിക്കാം. അപ്പോൾ വറ്റൽ മുളകും പൊടിയും ഉഴുന്ന് പൊടിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് പൊടിഞ്ഞ് വരും. ഇനി നമുക്ക് പുളി ഇടാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞു. പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം, പിന്നെ ഉപ്പ് ആവശ്യാനുസരണം. ഇച്ചിരൂടെ വെള്ളം ഒഴിക്കുന്നു, ആവശ്യാനുസരണം. ഈ ചമ്മന്തിയുടെ കൺസിസ്റ്റൻസി നമ്മുടെ തീരുമാനമാണ് എത്ര വേണമെന്ന്. പക്ഷേ ഇത് ഇച്ചിരൂടെ ലൂസാക്കുന്നതായിരിക്കും നല്ലത്.
നല്ല മണം. ഇത് എള്ള് ചമ്മന്തി ആയതുകൊണ്ടൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കൺസിസ്റ്റൻസി. ഇതിനെ കുറച്ചുകൂടെ ലൂസാക്കാൻ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ചേർത്താൽ മതി. യെസ്, എരിവും പുളിയും എല്ലാം കറക്റ്റ്. ഉപ്പ് ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. പച്ചമുളക് ഓക്കെയാണ്, കുഴപ്പമില്ല. പെർഫെക്റ്റ്. ഇതെല്ലാം ആയി. ഇനി ഇത് താളിക്കലാണ് ലാസ്റ്റ്. ഞാൻ വിചാരിക്കണു 3 ചട്നി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഒന്നിച്ച് താളിക്കാം. ഓക്കെ, ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കാം. എന്താ ടേസ്റ്റ്! എള്ളായതുകൊണ്ട് വേറൊരു ടേസ്റ്റ് കൂടി വരും. ചെറിയൊരു കശർപ്പ് പോലെ എത്തും. പക്ഷേ കശർപ്പല്ല, അത് എന്ത് ഹെൽത്തിയാണെന്നറിയോ. ഓക്കെ, എൻ്റെ ബൗൾ എടുക്കട്ടെ. കളർ നോക്കി, ഇതായിരിക്കും അതിൻ്റെ കളർ, ഒരു ബ്രൗൺ കളർ. പിന്നെ നോക്കി ജാറിലിരുന്ന കാര്യങ്ങളെല്ലാം ഇച്ചിരി വെള്ളം ഒഴിച്ചു. എല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒരു കപ്പ് വെള്ളം ഞാൻ അരയ്ക്കാനും ഇങ്ങനെ കലക്കാനും എല്ലാമായിട്ട് യൂസ് ചെയ്തു എന്ന് പറയാം. നല്ല ഹെൽത്തിയാണ്. ഹെൽത്തി ചമ്മന്തിയാണ് സത്യം പറഞ്ഞാൽ. എള്ളാണെങ്കിലും ഉഴുന്നാണെങ്കിലും ഇതിനെക്കാട്ടി ഹെൽത്തി വേറെ ഒന്നുമില്ല. എല്ലാം വറുത്താണ് അരച്ചിരിക്കുന്നത്, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, 2-3-4 ദിവസമൊക്കെ ഉപയോഗിക്കാം. തേങ്ങയൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇനി അടുത്തത് നമ്മുടെ കൊത്തമല്ലി ചമ്മന്തി ചട്നി. അപ്പോൾ ഇതിൻ്റെ മല്ലിയിലയാണ് പ്രധാനം. ഒരു 1/4 കിലോ 250 grams ഓഫ് മല്ലിയില വേണം. നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില എടുക്കുന്നു. യെസ്, നോക്കി, ഇത് ഒരാഴ്ച കൂടുതലായി കേട്ടോ. ഇതിങ്ങനെ തന്നെ ഇരിക്കണു, ഒരു മാറ്റവും വന്നിട്ടില്ല. അതിൻ്റെ നമ്മുടെ പൊടിക്കൈയുടെ കൂട്ടത്തിൽ ഞാൻ കാണിച്ചതല്ലേ, ആ സംഭവമാണ്. ഞാനത് മാറ്റിയതേ ഇല്ല, ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ നമ്മുടെ താഴത്തെ കിച്ചണിൽ ആവശ്യമുള്ളത് അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഇവിടെ തന്നെ ഇരുന്നു. ഇപ്പോഴാണ് ഞാനിത് തുറക്കുന്നത്. നോക്കിയേ, പെർഫെക്റ്റ്. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടോ. മോർ ദാൻ 1 വീക്ക് അതുപോലെ ഇരിക്കുന്നു. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് കഴുകിയിട്ട് ആ വേരിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 വലിയ തക്കാളി, ചെറിയൊരു കഷ്ണം പുളി, ഒരു ചെറിയ നെല്ലിക്ക. കാര്യം എന്ന് വെച്ചാൽ തക്കാളിയുടെ പുളി ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് പുളി മതി. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളകുണ്ട്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾ നോക്കുക, 3-4 എരിവിനനുസരിച്ചിട്ട്. ഓക്കെ, ഇത് ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ ആ ചെടിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന പോലെ ഇരിക്കുന്നു, അത്രയ്ക്ക് ഫ്രഷ്. എനിക്കോട്ട് ഇത് ആ കുപ്പിക്കകത്തേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് പോലും ഇത്രയും ഫ്രഷ് അല്ലായിരുന്നു. ഇത് എന്ത് ഫ്രഷ് ആയിരിക്കണം. ഇതാണ് ആ ഒരു ടെക്നിക്ക് നമ്മുടെ പൊടിക്കൈയിൽ കാണിച്ചാണ്. ഇത് ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഫ്രിഡ്ജിലിരിക്കുവാണ്. നിങ്ങൾ കണ്ടാണല്ലോ, സെയിമാണ്, വേറെ ഇലയല്ല. ഇറ്റ്സ് സെയിം. ഒറ്റ അടുപ്പിലേക്ക് വെച്ചു, ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണ. അപ്പോൾ ഞാനെല്ലാം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ അവരെല്ലാം നല്ലെണ്ണയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ഈ ചെറിയ കഷ്ണം ഇഞ്ചിയാണെങ്കിൽ നമുക്കൊന്ന് മുറിച്ചിടാം, കുറച്ചുകൂടി ഈസി ആയിട്ട് വഴണ്ട് കിട്ടും. അതുപോലെ വെളുത്തുള്ളി 4 അല്ലി, പച്ചമുളക് ഓരോന്നും 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായി വാടി തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോയും കൂടെ ചേർക്കാം. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ വാടി കളർ മാറാൻ തുടങ്ങുന്നു. ഇനി ഈ സ്റ്റേജിൽ 2 ടൊമാറ്റോയും കൂടി ചേർക്കാം. നോക്കി, ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ഏതാണ്ട് വെന്ത് കഴിഞ്ഞു, കുഴഞ്ഞ് എല്ലാ കാര്യങ്ങളും സെറ്റ്, പുളി ഉൾപ്പെടെ. ഇനി ഇതിലേക്കാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില. ഇത് ഒരു 250 grams എടുക്കുക. ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക, അത്രേ ഉള്ളൂ. ഒരു പച്ചച്ചുവ പോവുക, അത്രേ ഉള്ളൂ. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം, ചമ്മന്തിക്ക് ആവശ്യമായ ഏകദേശം. ഇനി വേണമെങ്കിൽ നമുക്ക് 2ാമത് ചേർക്കാം അരച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇലയെല്ലാം പാകത്തിന് വാടിക്കഴിഞ്ഞു, ഏകദേശമായി. ഇനി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. തീ ഓഫ് ചെയ്യുന്നു, പ്ലേറ്റിലേക്ക് മാറ്റാം. യെസ്,
ഒന്ന് തണുക്കട്ടെ, തണുത്തിട്ട് അരയ്ക്കാം. പാകത്തിന് തണുത്തു, ഇനി അരച്ചെടുക്കാം. ഇച്ചിരി ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടി ചേർക്കാം. പുളിയെല്ലാം ഉണ്ട് കേട്ടോ ഇതിനകത്ത് തന്നെ. പുളി എല്ലാ കാര്യങ്ങളും ഓർക്കുന്നില്ലേ, എല്ലാം ഇട്ടല്ലോ. ടൊമാറ്റോയുടെ പുളി പ്ലസ് എക്സ്ട്രാ പുളി. അപ്പോൾ ഈ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി അരയാനുണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. വീണ്ടും അരയ്ക്കാം. യെസ്, മല്ലി ചട്നി ഈസ് റെഡി. കണ്ടല്ലോ. ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കും. വാഷ് മീൻസ് മിക്സ് അതിന് പറ്റിയിരിക്കുന്നതൊക്കെ കഴുകിയെടുക്കാം. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആകും. ഇതിപ്പോൾ കുറച്ചൊരു തിക്കാണ്, ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കാം. ബൗളിലേക്ക് മാറ്റട്ടെ. ഇതൊരു ഗ്രീൻ കളറാണ്, ഒരു പായൽ ഗ്രീൻ എന്നൊക്കെ പറയില്ല, അതുപോലെ. എന്നിട്ടും നല്ല തിക്കാണ്. ഇത് ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഒന്ന് ലൂസാക്കാം. ടോട്ടൽ ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്തു എന്ന് പറയാം, അരയ്ക്കാനും മിക്സ് ചെയ്യാനും എല്ലാം കൂടി ചേർത്ത്. ഇനി ഇതിൽ ഇച്ചിരി ഉപ്പും കൂടി വേണ്ടി വരും. കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിനാണ്. പുളിയുടെ അളവും നമ്മുടെ കറക്റ്റ് അളവിന് ചേർക്കുക. അതിന് ടൊമാറ്റോയുടെ ഒരു പുളി ഉണ്ടാവും, നോക്കി ചേർത്താൽ മതി. ചെറിയൊരു കഷ്ണം പുളി ഇട്ടാൽ മതി. ഇത് അത്യാവശ്യം പുളി ഉണ്ട്, ആവശ്യത്തിന് എരിവുണ്ട്. 4 പച്ചമുളക്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 3 ആയാലും മതി. അപ്പോൾ മൂന്നാമത്തെ ചട്നിയിലേക്ക് പ്രവേശിക്കുന്നു. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഒണിയൻ ചട്നിയാണ്. ഒണിയൻ എന്ന് പറയുമ്പോൾ വെങ്കായ ചമ്മന്തി, വെങ്കായ ചട്നി, തമിഴിൽ പറയുകയാണെങ്കിൽ വെങ്കായ ചട്നി. അപ്പോൾ നമുക്കിത് ഒണിയൻ ചട്നി. ഇതിപ്പോൾ ചിന്ന വെങ്കായം, അതായത് കൊച്ചുള്ളി, ചെറിയ ഉള്ളി. ഇത് ഏതാണ്ടൊരു 30 എണ്ണം ഉണ്ട്. എനിക്ക് ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 100 ഗ്രാംസിൽ കാട്ടിൽ കുറച്ചുകൂടി ഉണ്ടാവും. ഇതൊരു 30 വലുതും ചെറുതുമായിട്ട് 30 ഉള്ളിയുണ്ട്. അത് ഓരോന്ന് 2ആയിട്ട് 3ആയിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വറ്റൽമുളക് ആണ് എടുക്കുന്ന, പൊടിയല്ല. അപ്പോൾ ഏകദേശം ഒരു 6 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് 6 7 അങ്ങനെ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയെ ഞാൻ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഒരു കുഞ്ഞ് കഷ്ണം കായം, കായപ്പൊടിയല്ല, കായത്തിൻ്റെ ചെറിയ പീസ്. കായപ്പൊടിയുടെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ആകാം. ഓക്കെ. വെളുത്തുള്ളി ഒരു 4-5 അല്ലി, ചെറിയ അല്ലിയാണ്. വറ്റൽമുളകിനെ ഒന്ന് മുറിച്ചും കൂടി വയ്ക്കാം. ആദ്യം നമുക്ക് ആ കായത്തിനെ ഒന്ന് വറുത്ത് മാറ്റാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ 1 by 1 വറുത്തെടുക്കാം. ഓക്കെ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കിട്ട് സ്മോൾ പീസ് ഓഫ് കായം. ഇത് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അകത്തേ വരുള്ളൂ. അപ്പോൾ കറക്റ്റാണ്. ആ രീതിയിൽ ചെയ്താൽ മതി. ഒരു കഷ്ണം ഇഞ്ചിയായിരുന്നു, അതിനിങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചു. ഇഞ്ചി ഒരുപാടാവണം എന്നില്ല, ആവശ്യാനുസരണം നോക്കിയിട്ട്. ഇത് വലിയ കുഴപ്പമില്ല, ചെറിയൊരു ഇഞ്ചിയുടെ ടേസ്റ്റ് കയറി നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതൊരു 5 ചെറിയ അല്ലി വെളുത്തുള്ളി. കായം വറുത്ത് വരുമ്പോൾ ഇങ്ങനെ ഫ്ലാറ്റായി അതിങ്ങനെ ലൂസാകും, എന്നിട്ടത് ഫ്ലാറ്റാകും. നല്ല കറക്റ്റായിട്ട് ഇപ്പോൾ നല്ല മണം. ഇത് പൊടിക്കാൻ പാകമാണ്. ഇത് മതി, നമുക്കിത് മാറ്റാം. ഇനി വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി വാടി തുടങ്ങി. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഇവിടെ ഇനി ഭയങ്കര ഒരു തുമ്മലും ബഹളവുമാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളി ചേർക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കട്ടെ. ഒരല്പം പുളി മതി. ഒരു ടൊമാറ്റോ നമ്മൾ എന്തായാലും ചേർക്കുമല്ലോ, അതുകൊണ്ട് ഒരു പേരിന് വേണ്ടി കുറച്ച് പുളി. തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ പുളി ചേർക്കും, പക്ഷേ നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് പുളി അത്രയും നമ്മൾ ചേർക്കാറില്ലല്ലോ, അതുകൊണ്ട് അതിനനുസരിച്ച് ചേർത്തല്ലോ. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടട്ടെ. അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ലാസ്റ്റ് നമുക്ക് ചേർക്കാം, ടുവേർഡ്സ് ദ എൻഡ്. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് അതിൻ്റെ കളറൊക്കെ ചെറുതായി മാറി തുടങ്ങി. ഇനി ഈ ഒരു സ്റ്റേജിൽ ഒരു തക്കാളിയാണ്, ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം ചേർക്കാം. മീഡിയം വലുതാണെങ്കിൽ ഏകദേശം 1 മതി. ഇപ്പം എല്ലാം പാകത്തിനായി കഴിഞ്ഞു. ടൊമാറ്റോ എല്ലാം നന്നായി വാടി. ഓക്കെ, എല്ലാം കുഴഞ്ഞ പാകമായി വരുന്നു. തീ ഓഫ് ചെയ്യുന്നു. ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട്, പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇടേണ്ടി വരും. ചിലപ്പോൾ ഒന്ന് തണുക്കാനായിട്ട് ഒരു പരന്ന പാത്രം, ഇപ്പം ഞാൻ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വെങ്കായ ചട്നിയുടെ കാര്യങ്ങളൊക്കെ റെഡി. ഇനി ഒന്ന് തണുത്തിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കായത്തിൻ്റെ പീസും കൂടി ചേർക്കും. ഇത് പൊടിഞ്ഞു വരും ഇതിനകത്തേക്ക് ഇടുമ്പോൾ. വെങ്കായ ചട്നിയുടെ കാര്യങ്ങളൊക്കെ തണുത്ത് കഴിഞ്ഞു.
ഇനി ഒന്ന് മിക്സിയിൽ വെച്ചിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതുവരെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. കായം വറുത്ത് വെച്ചതും കൂടി മിക്സിയിലേക്ക് ഇടുന്നു. എല്ലാം ചെയ്തോണേ. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അത്യാവശ്യം നല്ല എരിവുണ്ടെന്ന് തോന്നുന്നു. തുറന്നപ്പോൾ തന്നെ ഒരു മണം. യെസ്, നല്ലതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് അരയ്ക്കാം. കുറച്ചുകൂടെ ഉപ്പ് വേണം, ഉപ്പ് ചേർക്കാം. ബാക്കി എല്ലാം പാകം. അത്യാവശ്യം സ്പൈസിയാണ്. ഞാനൊരു 4 ചെറിയ വറ്റൽമുളകായിരുന്നു, ഒരു 6 ചേർത്തു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 4 മതിയാകും. നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്തോളൂ. 4 മതിയാകുമെന്ന് തോന്നുന്നു. അങ്ങനെ ഫൈൻ പേസ്റ്റായി കഴിഞ്ഞു. ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ജാറെല്ലാം അതിനകത്ത് പറ്റിയിരിക്കുന്നതെല്ലാം കഴുകി ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കാം. യെസ്, കണ്ടോ? ഇനി ഇത് ഇതിലേക്ക് മാറ്റാം. ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും തിക്നെസ് ആവശ്യമില്ലല്ലോ, കുറച്ചുകൂടി ലൂസാക്കണം. ഒരല്പം ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നു. കാര്യം ഇനി വെള്ളം ചേർക്കാനുള്ളതല്ലേ. യെസ്, പെർഫെക്റ്റ്. ഇത്രയാകാം. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ആകാം വെള്ളം, ഒരു കുഴപ്പമില്ല. നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. യെസ്, ഫിനിഷിങ്. എടുത്ത വെള്ളമൊക്കെ തീർന്നു. ഏകദേശം അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ടോട്ടലായിട്ട് യൂസ് ചെയ്യും. കഴിഞ്ഞു. നല്ല കായത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. സൂപ്പർ. മൂന്ന് ചമ്മന്തിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി എല്ലാത്തിനും ഞാൻ താളിച്ചിടാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്, പക്ഷേ താളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ റിയൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ്, അവർ ചിലപ്പോൾ നല്ലെണ്ണയിലായിരിക്കും ചെയ്യുന്നത്, തമിഴ്നാട് സൈഡിലെല്ലാം. ഇനിയിപ്പോൾ ഇതിൻ്റെ താളിക്കൽ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും വറ്റൽമുളക്, കറിവേപ്പില, കടുക്, ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ടാണ് താളിക്കേണ്ടത്. ഓക്കെ, ഉഴുന്ന് പരിപ്പെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ മുഴുവൻ ഉഴുന്നാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, ഉഴുന്നും കൂടി ഇട്ട് കടുവറുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ 1 by 1 കടുവറുത്ത് ഒഴിക്കും. ഇത് നമ്മുടെ മോളീസ് കാർഡല്ലേ. കറിവേപ്പില ഫ്രഷ് പറിച്ചിട്ട് വന്നു. വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കടുക്, ഉഴുന്ന് പരിപ്പ്, അത്രേ ഉള്ളൂ. അടുപ്പ് കത്തിച്ചു. ചട്ടി അടുപ്പിൽ വെച്ചിരുന്നു. ചൂടായി തുടങ്ങി. ഇനി കുറച്ച് വെളിച്ചെണ്ണ. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കടുക് താളിക്കുന്നതാണ് ടേസ്റ്റ് വൈസ്. ഇതൊരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകിടാം. പൊട്ടിത്തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. അതിങ്ങനെ താളിക്കുമ്പോൾ ഇടുമ്പോൾ അത് ചമ്മന്തി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കടിക്കാൻ കിട്ടുമ്പോൾ. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക്, കറിവേപ്പില എല്ലാം പൊട്ടി മൂത്ത് തുടങ്ങി. വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പില കഴിഞ്ഞു. പണിയില്ല. നമ്മുടെ എള്ള് ചട്നിയുടെ മുകളിലിട്ട് ഒഴിച്ചു. ഫസ്റ്റ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ആ ചൂട് താളിപ്പം കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം എണ്ണ. നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 1 ടേബിൾ സ്പൂണിലും ചെയ്യാം, 1/2 ടേബിൾ സ്പൂണിലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. കൊത്തമല്ലി ചട്നിക്ക് വേണ്ടിയിട്ടുള്ള താളിപ്പ്. 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിൻ്റെ കളറെല്ലാം മാറി തുടങ്ങി. കടുകൊക്കെ പൊട്ടി തകർക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത് അതേപോലെ തീ ഒന്ന് കുറയ്ക്കുന്നു. ആവശ്യത്തിന് കറിവേപ്പില മതി. നേരെ നമ്മുടെ ചട്നിയുടെ മുകളിലേക്ക്.
മല്ലിച്ചട്നി. യെസ്, അതും ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ താളിപ്പും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഡബിളാകുന്നത്. മൂന്നാമത്തെ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേർഡ് ചട്നിയുടെ താളിപ്പാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് വേണമെങ്കിലും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് താളിച്ചിട്ട് മൂന്നിലായിട്ട് ഡിവൈഡ് ചെയ്ത് ഇട്ടാൽ മതി. നമ്മളിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ചട്നിയും കൂടെ ഒരേ ദിവസം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ സമയത്ത് ഓരോ ഇഡ്ഡലിക്കും ദോശയ്ക്കും മാറി മാറി ചെയ്യാം. പക്ഷെ നമ്മൾ ചില കടകളിലൊക്കെ പോകുമ്പോൾ അവർ 2-3-4 ചട്നി തരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്വാദ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയതുണ്ട്. ഇഡ്ഡലിയുടെ ചുറ്റും കറിയെല്ലാം വെച്ചിട്ട് എല്ലാ ചട്നിയും വെച്ചിട്ട് കാണിച്ചു തരാം. അത് കാണാൻ തന്നെ ഒരു അഴകാണ്. അങ്ങനെ ഇരിക്കുന്നതാണ് പല കളേഴ്സിലും, ഓറഞ്ച്, റെഡ്, പച്ച, പിന്നെ ഒരു ബ്രൗൺ. പിന്നെ ഇതിൻ്റെ കൂടെ പൊടിയും കൂടി കൊടുക്കും, മുളകാപ്പൊടി കുറച്ച് നല്ലെണ്ണയൊക്കെ ഒഴിച്ച്. ആഹാ, അതും കൂടി ആകുമ്പോൾ പിന്നെ എന്ത് വേണം, നല്ല സോഫ്റ്റ് കുഷ്ബു ഇഡ്ഡലിയും കൂടി ആകുമ്പോൾ പെർഫെക്റ്റ്. 1 ടീസ്പൂൺ കടുക് പൊട്ടിത്തുടങ്ങി, തീ കുറയ്ക്കുന്നു. ഇനി ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ. ഉഴുന്ന് പരിപ്പൊക്കെ 1-1.5 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൂടുതൽ കാണും കടിക്കാനായിട്ട്. വറ്റൽമുളകും കറിവേപ്പില. തീ ഓഫ് ചെയ്യുന്നു. നേരെ കറിയുടെ മുകളിലേക്ക് ചമ്മന്തി നമ്മുടെ വെങ്കായ ചട്നിയുടെ മുകളിലായിട്ട് ഒഴിക്കും. ഓൾ ചട്നീസ് ആർ റെഡി. അടിപൊളിയായിരിക്കും. അങ്ങനെ അടിപൊളി 3 ചട്നീസ് റെഡി. അറിയാമല്ലോ എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആക്ച്വലി പറഞ്ഞാൽ ഇത് നമ്മുടെ എള്ള് ചട്നി, അത് കഴിഞ്ഞിട്ട് ഇത് വെങ്കായ ചട്നി, ദാറ്റ് ഈസ് ഒണിയൻ ചട്നി, ആൻഡ് ഇത് കൊത്തമല്ലി ചട്നി. 3 കാര്യങ്ങൾ റെഡി. 2 ഇഡ്ഡലി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വിളമ്പുന്ന പോലെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് അവരെല്ലാം തരുന്നത്. ഒരു ഇലയിലാണ് തരുന്നത്, വാഴയിലയിൽ. ഒരു സൈഡിലായിട്ട് ഇതെല്ലാം കൂടെ വെക്കാൻ ആക്ച്വലി സ്ഥലമില്ല. ഇത്രയൊന്നും അല്ല കേട്ടോ, കുറേ കൂടുതൽ ഒഴിക്കും. എന്നിട്ട് നിറച്ച് ഇതിൻ്റെ കൂടെ ഒരു പൊടിയും കൂടി വയ്ക്കും, മുളകാപ്പൊടി. എന്നിട്ടാണ് കഴിക്കുന്നത്. ഇലയിലാകുമ്പോൾ ഇങ്ങനെ നിരത്തി വയ്ക്കാമല്ലോ. ഇഡ്ഡലി എടുക്കുന്നു. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. മല്ലിച്ചട്നി. ഇനി അടുത്തത് നമ്മുടെ എള്ള് ചട്നി. ആഹാ, വെങ്കായം കഴിക്കുന്ന അറിയില്ല, അങ്ങനെ കഴിച്ചിട്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. അടിപൊളിയാണ്, ഉണ്ടാക്കി നോക്കാം. ഒരേ ദിവസം തന്നെ 3 ചമ്മന്തി ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധമില്ല, തോന്നുമ്പോൾ ഒക്കെ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ പുളി, ഇതിൻ്റെ എരിവ് മുതലായ കാര്യങ്ങൾ, ഉപ്പ്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ക്രമീകരിക്കുക. ഞാൻ എൻ്റെ ഒരു കണക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലർക്ക് ഇത്രയും പുളി വേണ്ട, ചിലർക്ക് ഇത്രയും ഉപ്പ് വേണ്ട, ചിലർക്ക് ഇത്രയും എരിവ് വേണ്ട. അപ്പോൾ അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിക്കോളൂ. ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണിത് എല്ലാം തന്നെ. അപ്പോൾ ഓരോ ദിവസം മാറി മാറി പലതരം ചട്നീസ് ഉണ്ടാക്കാം, ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.